ഹായ് ഓൾ, പി കെ ലേണിങ്സിൻ്റെ PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റിയിൽ കലണ്ടർ എന്ന ടോപ്പിക്കിൽ നിന്ന് 2020 PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ കലണ്ടർ എന്ന ചോദ്യത്തിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് 2020 വന്നിട്ടുള്ളത്. ആ 10 ചോദ്യങ്ങളും നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2021 ഓഗസ്റ്റ് 15 ഞായറായാൽ ആ വർഷം ക്രിസ്തുമസ് ഏതു ദിവസമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് LD ക്ലർക്കിൻ്റെ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ് 003/2020. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിലെ ഒരു പ്രത്യേക ഡേറ്റ് തന്നിട്ടുണ്ട്, എന്നാൽ ആ വർഷത്തിലെ തന്നെ വേറൊരു ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഓഡ് ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ്. അപ്പോൾ 8ാമത്തെ ഒരു ദിവസം വന്നാൽ അതാണ് ആ ഒരാഴ്ചയെ സംബന്ധിച്ച് ഓഡ് ഡേ എന്ന് പറയുന്നത്. 7 ദിവസത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ്, 8ാമത് വരുന്നവൻ ഓടാണ്. ഇങ്ങനെ നമ്മൾ ഓരോ മാസത്തിലെയും ഓഡ് ഡേ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾസ് വരുന്നത് ഒരു എന്ന് വെച്ചാൽ 7 എന്തുകൊണ്ട് 7 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ 7 ദിവസം ആയതുകൊണ്ടാണ്. അപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾസ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്നവനാണ് ആ മാസത്തിലെ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 15 ഞായറാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റിൽ ഇനി എത്ര ദിവസങ്ങളുണ്ട്? ഓഗസ്റ്റ് 31 ദിവസങ്ങൾ ഉള്ള മാസമാണ്. അപ്പോൾ ഓഗസ്റ്റിൽ ഇനി 16 ദിവസമുണ്ട് ആണല്ലോ. ആ 16ൽ എത്ര ഓഡ് ഡേ ഉണ്ട്? 2 ഓഡ്. കാര്യം 14 വരെ 7ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 7ൻ്റെ അതിനടുത്തുള്ള മൾട്ടിപ്പിൾ കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്നതാണ് നമ്മുടെ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. 2 ഓഡ് ഡേയ്സ് ഉണ്ട്. ഇനി നോക്കിയേ, ഓഗസ്റ്റ് കഴിഞ്ഞു. ഇനി സെപ്റ്റംബറിൽ നമുക്കറിയാം 30 ദിവസമാണ്. അതിനോടടുത്തുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ എത്രയാണ്? 28 അല്ലേ? 30 ദിവസമുണ്ട്, അതിനോടടുത്തുള്ളത് 28, 2 ഓഡ് ഡേ. ഒക്ടോബറിൽ 31 ദിവസമുണ്ട്, 28 വരെ 7ൻ്റെ മൾട്ടിപ്പിളാണ്, 3 ഓഡ് ഡേ. നവംബറിൽ 30 ദിവസമാണുള്ളത്, അതിൽ 28 വരെ 7ൻ്റെ മൾട്ടിപ്പിളാണ്, 2 ഓഡ് ഡേ. ഇനി ഡിസംബറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും നമുക്ക് ക്രിസ്മസ് എന്നാണെന്നാണ്. ക്രിസ്മസ് എല്ലാവർക്കും അറിയാം ഡിസംബർ 25-നാണ്. അപ്പം നമുക്ക് ഡിസംബർ 25 വരെ കണ്ടാൽ മതി. ഡിസംബർ 25 നിങ്ങൾ നോക്കുകയാണെങ്കിൽ 21 വരെ ഓഡ് ഡേ ആണ്. അതായത് 21 7ൻ്റെ മൾട്ടിപ്പിളാണ്. പോയിട്ട് 4 ഓഡ് ഡേ ആണുള്ളത് അല്ലേ? 21 എന്ന് പറയുന്ന 7ൻ്റെ മൾട്ടിപ്പിളാണ്. പോയിട്ട് 25 വരെ 4 ഓഡ് ഡേ ആണ്. ഇനി ഇതെല്ലാം കൂടെ നിങ്ങൾ കൂട്ടി നോക്കിയേ. 2 + 2 4, 4 3 7, 7 2 9, 9 4 13 ഓഡ് ഡേ കിട്ടി നിങ്ങൾക്ക്. 13 ഓഡ് ഡേ. അപ്പോൾ ഈ 13ൽ നിന്ന് നമുക്ക് ഒരു 7 കൂടെ എടുത്ത് മാറ്റാം. 13 - 7 6 ഓഡ് ഡേ അല്ലേ? അപ്പോൾ ഇനി 6ൽ നിന്ന് 7 എടുത്ത് മാറ്റാൻ പറ്റുമോ? ഇല്ല, കാര്യം 6 7നെക്കാളും ചെറുതാണ്. അപ്പോൾ നമ്മളുടെ നെറ്റ് ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 6ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാണ് ഇവിടെ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത്. ഞായർ കഴിഞ്ഞ് 6 ഓഡ് ഡേയും കൂടെ പോകുമ്പോൾ ഉള്ള ദിവസമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഒന്നിൽ 6 ഓഡ് ഡേ ഫ്രണ്ടിലോട്ട് പോവുക, അല്ലെങ്കിൽ ഒരു ഓഡ് ഡേ ബാക്കിലോട്ട് പോയാലും മതി. അത് ഇതിന് ഈക്വലാണ്. നമുക്ക് നോക്കാം. സൺഡേ കഴിഞ്ഞ് വരുമ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. കണ്ടോ? അപ്പോൾ 6 ഓഡ് ഡേ, 6ാമത്തെ ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ആണ്. അല്ലെങ്കിൽ സൺഡേക്ക് ഒന്ന് പുറകിലോട്ട് പോയാലും മതി. അതായത് 7 മൊത്തം 7ൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ഒന്നി 6 എണ്ണം ഫ്രണ്ടിലോട്ട് ചാടണം, അല്ലെങ്കിൽ ഒരെണ്ണം പുറകിലോട്ട് ചാടണം. എങ്ങനെ ചാടിയാലും നമുക്ക് കിട്ടുന്നത് സാറ്റർഡേ ആണ്. അതായത് 2021 ഡിസംബർ 25 എന്ന് പറയുന്നത് ശനിയാഴ്ചയായിരിക്കും. മനസ്സിലായോ? നമ്മളിവിടെ ചെയ്യുന്നത് ഓഡ് ഡേ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഓഗസ്റ്റ് 15 പോയി, ഇനി ഓഗസ്റ്റ് മാസത്തിൽ 16 ദിവസമുണ്ട്. അതിൽ 7ൻ്റെ മൾട്ടിപ്പിൾ മാറ്റിക്കഴിഞ്ഞാൽ 2 ഓഡ് ഡേ. ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബറിൽ 30 ദിവസമുണ്ട്, 7ൻ്റെ മൾട്ടിപ്പിൾ മാറ്റിക്കഴിഞ്ഞാൽ 2 ഓഡ് ഡേ. ഒക്ടോബറിൽ 31 ദിവസമുണ്ട്, 7ൻ്റെ മൾട്ടിപ്പിൾ മാറ്റിയാൽ 3 ഓഡ് ഡേ. നവംബറിൽ 30 ദിവസമുണ്ട്, 7ൻ്റെ മൾട്ടിപ്പിൾ മാറ്റിക്കഴിഞ്ഞാൽ 2 ഓഡ് ഡേ. ഡിസംബറിൽ 25 ദിവസമുണ്ട്, അതിൽ 7ൻ്റെ മൾട്ടിപ്പിൾ 21 വരും. 25 - 21 പോയി കഴിഞ്ഞാൽ 4 ഓഡ് ഡേ. ഇനി ഓഡ് ഡേയ്സ് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 11 ഓഡ് ഡേ കിട്ടി. 13 ഓഡ് ഡേ കിട്ടി. ഈ 13 ഓഡ് ഡേയിൽ നമുക്ക് ഒരു 7 കൂടെ മാറ്റാം, ഒരു ഫുൾ വീക്കും കൂടെ മാറ്റാം.
അപ്പോൾ 13 നിന്ന് നമ്മൾ 7 മാറ്റിയപ്പോൾ നമുക്ക് 6 ഓഡ് ഡേ. ഇനി അതിൽ നിന്ന് നമുക്ക് 7 എടുക്കാനില്ല. അപ്പോൾ നമ്മളുടെ ഈ ഞായറിൽ നിന്ന് നമ്മൾ 6 ചാട്ടം ഫ്രണ്ടിലോട്ട് ചാടണം. അതായത് ഞായർ കഴിഞ്ഞ് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അല്ലെങ്കിൽ ഒരു ചാട്ടം പുറകിലോട്ട് ചാടിയാലും മതി. 6 + 1 അല്ലേ 7, ആ ഒരു രീതിയിൽ. ഇനി 5 ചാട്ടം ഫ്രണ്ടിലോട്ട് ചാടാൻ പറഞ്ഞാൽ അതിന് ഈക്വലാണ് 2 ചാട്ടം പുറകിലോട്ട് ചാടുന്നത്. 4 ചാട്ടം ഫ്രണ്ടിലോട്ട് ചാടുന്നതിന് ഈക്വലാണ് 3 ചാട്ടം പുറകിലോട്ട് ചാടുന്നത്. ആ ഒരു 7ൻ്റെ കോംബോയാണ് നമ്മളിതിൽ പിടിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതുൽ ആൻഡ് ഹിസ് ഫാദർ വെയർ ബോൺ ഇൻ ദ മന്ത്സ് ഓഫ് ഡിസംബർ ആൻഡ് സെപ്റ്റംബർ റെസ്പെക്റ്റീവ്ലി. ഇൻ 2017 ബോത്ത് ദെയർ ബർത്ത്ഡേസ് ഫെൽ ഓൺ Sundays. If in 2020 Adul's birthday falls on a Thursday, his father's birthday will fall on. അപ്പോൾ എന്താണ് ഈ ചോദ്യം പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇത് 15/2020 KS പേപ്പർ 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. അതുലിൻ്റെയും അതുലിൻ്റെ അച്ഛൻ്റെയും ബർത്ത്ഡേ മന്ത്സ്, അതുലിൻ്റെത് ഡിസംബറും അച്ഛൻ്റെത് സെപ്റ്റംബറും ആണ്. 2017 അവരുടെ ബർത്ത്ഡേ രണ്ടുപേരുടെയും സൺഡേയിലായിരുന്നു. ഇനി 2020 അതുലിൻ്റെ ബർത്ത്ഡേ തേഴ്സ്ഡേ ആണെങ്കിൽ അച്ഛൻ്റെത് ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഈ മാസങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഡിസംബറും സെപ്റ്റംബറുമാണ്. ഇത് വെറുതെ തന്നിരിക്കുന്നതല്ല, ഇവരൊരു സെയിം ജോഡിയാണ്, അതായത് ഒരേ പെയേഴ്സാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു കോഡ് ഓർത്ത് വയ്ക്കുക, മാസ് NJD. മാസ് NJD നിങ്ങൾക്ക് അറിയാം, PSC ആയിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും റാങ്ക് ഹോൾഡേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അല്ലേ, നോൺ ജോയിനിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസ് NJD ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മാർച്ചും നവംബറും, ഏപ്രിലും ജൂലൈയും, സെപ്റ്റംബറും ഡിസംബറും ഇവർ പെയറിങ് മന്ത്സാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്രിലിൻ്റെ അതേ ഫോർമാറ്റിലായിരിക്കും ജൂലൈയും വരുന്നത്. ഏപ്രിൽ 1 ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും ജൂലൈ 1 എന്ന് പറയുന്നത്. മാർച്ച് 1 ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും നവംബർ 1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ, ഡിസംബർ പെയറിങ് മന്ത്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണു അടച്ചുകൊണ്ട് പറയാം ആൻസർ C ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും നോക്കണ്ട. കാര്യം അതുലിൻ്റെ ബർത്ത്ഡേ തേഴ്സ്ഡേ ആണോ, അതുലിൻ്റെ ബർത്ത്ഡേ ഏത് മാസമാണ്, ഡിസംബറിലാണ്. ഡിസംബറിൽ അതുലിൻ്റെ ബർത്ത്ഡേ തേഴ്സ്ഡേ വന്നിട്ടുണ്ടെങ്കിൽ 2020, കാര്യം ഇവർക്ക് അതിന് മുന്നേ നമുക്കൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. 2017 ഇവരുടെ ബർത്ത്ഡേ ഒരേ ദിവസമായിരുന്നു. മീൻസ് ഡിസംബറിലും സെപ്റ്റംബറിലും അത് ആ ആഴ്ച സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. ആ ആഴ്ച 2017 സെയിം ആണെങ്കിൽ 2020 സെയിം ആയിരിക്കും. കാര്യം അവർ പെയറിങ് മന്ത്സ് ആണ് ഡിസംബറും സെപ്റ്റംബറും. സെപ്റ്റംബർ 1 ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും ഡിസംബർ 1. അപ്പോൾ അവർക്ക് ഒരേ ആഴ്ച വന്നു, നമുക്ക് ഡേറ്റ് ഒന്നും തന്നിട്ടില്ല, ഒരേ ആഴ്ച വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏത് വർഷം എടുത്താലും അത് ഒരേ ആഴ്ച തന്നെയായിരിക്കും. അപ്പോൾ അതുലിൻ്റെത് 2020 തേഴ്സ്ഡേ ആണെങ്കിൽ അച്ഛൻ്റെതും 2020 തേഴ്സ്ഡേ തന്നെയായിരിക്കും. അത് ഈ ഡിസംബറും സെപ്റ്റംബറും വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പെയറിംഗ് മന്ത്സ് ഓർത്ത് വെച്ചേക്കുക. മാസ് NJD എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്ത് വയ്ക്കുക, NJD. അതായത് മാർച്ച്, നവംബർ, ഏപ്രിൽ, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം, ഇന്നൊരു ശനിയാഴ്ചയാണ്, ഇന്ന് കഴിഞ്ഞു വരുന്ന 100ാമത്തെ ദിവസം ഏതാഴ്ചയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് 018/2020 പോലീസ് കോൺസ്റ്റബിൾ IRBയുടെ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്. നമുക്കിത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പം ഇന്ന് കഴിഞ്ഞു വരുന്ന 100ാമത്തെ ദിവസം ഏതാഴ്ചയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം 7 ശിഷ്ടം 3 വരും, 30. 4 പ്രാവശ്യം 28 ശിഷ്ടം 2 വരും. അതായത് ഇന്ന് കഴിഞ്ഞു വരുന്ന 100ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ 14 വീക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പ്ലസ് 2 ഡേയ്സും. അതാണ് ആ 100 ദിവസം എന്ന് പറയുന്നത് അല്ലേ. 100ാമത്തെ ദിവസം ആകുമ്പോൾ, ഇന്ന് കഴിഞ്ഞ് 100ാമത്തെ ദിവസം ആകുമ്പോൾ 14 വീക്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഓരോ വീക്കും കംപ്ലീറ്റ് ആവുമ്പോൾ വന്ന് നിൽക്കുന്നത്, അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, വന്ന് നിൽക്കുന്നത് ഞായറിലായിരിക്കും അല്ലേ. നമുക്കറിയാം 1-ാം തീയതി ശനിയാണെങ്കിൽ 8-ാം തീയതിയും ശനിയായിരിക്കും. അതായത് 7-ാം തീയതി ഞായറായിരിക്കും വന്ന് നിൽക്കുന്നത്. 7 ദിവസമാണുള്ളത്. 1-ാം തീയതി ശനിയാണെങ്കിൽ 7-ാം തീയതി ഞായറായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു വീക്ക് കംപ്ലീറ്റ് ആവുന്നത് ഇപ്പോൾ ശനിയിൽ തുടങ്ങിയ ഞായറിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ 14 വീക്സ് കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പോൾ 14 വീക്സ് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ അന്ന് ഞായറിലാണ് വന്ന് നിൽക്കുന്നത്.
പിന്നെ 2 ഓഡ് ഡേയ്സും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ശനിയോട് കൂടി 2 ഓഡ് ഡേ കൂട്ടുമ്പോഴാണ് നമുക്ക് 100ാമത്തെ ദിവസം കിട്ടുന്നത്. ശനിയോട് കൂടി 2 ഓഡ് ഡേ, കാര്യം 100ാമത്തെ ദിവസമാണ് കണ്ടുപിടിക്കുന്നത്. ഇന്നത്തെ ദിവസം കൂട്ടുന്നില്ല, ഇന്നത്തെ ദിവസം ശനിയാണ്. അത് കഴിഞ്ഞ് വരുന്ന 100ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പോൾ 14 ആഴ്ച കംപ്ലീറ്റ് ആയി. പിന്നെ 2 ഓഡ് ഡേ, 14 ആഴ്ച കംപ്ലീറ്റ് ആയി 2 ഓഡ് ഡേ. അതായത് നമ്മുടെ സാറ്റർഡേയുടെ കൂടെ 2 ഓഡ് ഡേയും കൂടെ കൂട്ടുക, 2 ഡേയ്സ് കൂട്ടുമ്പോൾ സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ, മൺഡേ. അതായത് നമ്മുടെ ആൻസർ എത്രയാണ്? മൺഡേ എന്ന് പറയുന്നതാണ് തിങ്കൾ. ഓപ്ഷൻ സി തിങ്കളാണ് നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ? അതായത് ഇവിടെ എല്ലാം 7ന്റെ കളിയാണ്. 7 ദിവസമാണ് ഒരാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര ദിവസമാണോ അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര ഓഡ് ഡേ വരുന്നുണ്ട്, ആ ഓഡ് ഡേ, അത്ര ഓഡ് ഡേ നമ്മൾ കൂട്ടുക. നമുക്ക് തന്നിരിക്കുന്ന ദിവസത്തിനോടെ കൂട്ടുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടുഡേ ഈസ് മൺഡേ, ആഫ്റ്റർ 61 ഡേയ്സ് ദ ഡേ വിൽ ബി. അതായത് ഇന്ന് മൺഡേ ആണ്, അപ്പം 61 ദിവസം കഴിഞ്ഞ് ഏത് ദിവസം എന്നാണ്. ഓക്കെ, അപ്പം ഇന്ന് മൺഡേ ആണ്, പക്ഷെ ഇന്ന് കഴിഞ്ഞ്, തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ഇന്ന് കഴിഞ്ഞ് 100 ദിവസം എന്ന് എടുത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ 100 എടുത്തു. അപ്പം ഇവിടെ ഇന്ന് മുതൽ 61 ദിവസം കഴിഞ്ഞ്, അപ്പോൾ കറക്റ്റ് തന്നെയാണ്. 61 തന്നെ നമ്മൾ എടുത്താൽ, നമ്മൾ ക്വസ്റ്റ്യൻ്റെ വേർഡ്സ് ഫ്രെയിമിങ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോളുക. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് കഴിഞ്ഞ് 100ാമത്തെ ദിവസം. അപ്പം ഇന്നത്തെ ദിവസം കൂട്ടണ്ട, 100ാമത്തെ, ഇന്ന് കഴിഞ്ഞ് നാളെ മുതലാണ് എണ്ണി തുടങ്ങുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇന്ന് മൺഡേ ആണ്, ആഫ്റ്റർ 61 ഡേയ്സ്. അപ്പം ഇന്ന് മുതൽ 61 ദിവസം എടുത്തിട്ട് 62ാമത്തെ ദിവസം ഏത് എന്നുള്ളതാണ്. അപ്പം ഇന്ന് കൂട്ടുന്നില്ല, ഇന്ന് കൂട്ടാതെ നമുക്ക് 61 ദിവസം അങ്ങ് എടുത്താൽ മതി. ഇന്നും കൂടെ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ 62 എന്നുള്ള രീതിയിൽ എടുക്കണം, അല്ലെങ്കിൽ 61 തന്നെ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നോക്കിയേ, 61 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം? 7. അതായത് ഈ 2 ക്വസ്റ്റ്യനും ഒരേപോലെയാണ്. ആ തന്നിരിക്കുന്ന ഫിഗർ എടുത്താൽ മതി. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് 100ാമത്തെ, മറ്റൊന്ന് 61 കഴിഞ്ഞ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവിടെ 100ാമത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് കഴിഞ്ഞെന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ് 100ാമത്തെ ദിവസം എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ 61 ദിവസം കഴിഞ്ഞ്, എന്നാൽ ഇന്ന് മുതൽ 61 ദിവസം കഴിഞ്ഞ്, അപ്പോൾ ഇന്നത്തെ ദിവസം കൂട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ള 61 ദിവസം, 61ാമത്തെ ദിവസം. മനസ്സിലായോ? അപ്പോൾ 61 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ 8 പ്രാവശ്യം 56, ശിഷ്ടം എത്ര വരും? 5 വരും. അതായത് നമ്മുടെ മൺഡേയോട് കൂടി 5 കൂട്ടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 2 കുറയ്ക്കുക. 2 കുറച്ചാലോ സാറ്റർഡേ വരും അല്ലേ? ഓപ്ഷൻ സി സാറ്റർഡേ. അല്ലെങ്കിൽ 5 കൂട്ടി നോക്കിയേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. എന്താണ് നമ്മുടെ ആൻസർ? സാറ്റർഡേ. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, സാറ്റർഡേ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, ഡേ ആഫ്റ്റർ ടുമോറോ ഈസ് ഫ്രൈഡേ. നാളെ കഴിഞ്ഞ് ഫ്രൈഡേ ആണ്. ദെൻ വാട്ട് ഈസ് ദ പ്രീവിയസ് ഡേ ഓഫ് ടുഡേ? ഇന്നത്തേത് തൊട്ട് മുമ്പത്തെ ദിവസം ഏതാണ്? അപ്പോൾ ഇത് എളുപ്പമാണല്ലേ? ഇത് ഓൺലൈൻ ചോദ്യപേപ്പറാണ്, 14/2020. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ ഈസ് ഫ്രൈഡേ, നാളെ കഴിഞ്ഞ് ഫ്രൈഡേ ആണെങ്കിലേ ഇന്ന് എന്താണ്? ടുഡേ. നാളെ കഴിഞ്ഞ് ഫ്രൈഡേ വരണമെങ്കിൽ ഇന്ന് വെനസ്ഡേ ആയേ പറ്റത്തുള്ളൂ അല്ലേ? ഇന്ന് വെനസ്ഡേ ആണെങ്കിൽ ഇന്നലെ എന്താ? യെസ്റ്റർഡേ, ട്യൂസ്ഡേ ആണ്. വാട്ട് ഈസ് ദ പ്രീവിയസ് ഡേ ഓഫ് ടുഡേ? ട്യൂസ്ഡേ. എളുപ്പമല്ലേ? ഇന്ന് കഴിഞ്ഞ് വരുന്ന, അതായത് ഡേ ആഫ്റ്റർ ടുമോറോ, നാളെ കഴിഞ്ഞ് വരുന്നത് ഫ്രൈഡേ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ തേഴ്സ്ഡേ ആണ്, ഇന്ന് വെനസ്ഡേ ആണ്. അപ്പം ഇന്ന് വെനസ്ഡേ ആണെങ്കിൽ ഇന്നലെ എന്തായിരുന്നു? ട്യൂസ്ഡേ. ഓക്കെ ആണല്ലോ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ മന്ത് വിത്ത് 31 ഡേയ്സ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഈസ് ട്യൂസ്ഡേ, ദെൻ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഈസ്. ഇത് ഓൺലൈൻ ചോദ്യപേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, 14/2020. നമ്മൾ തൊട്ട് മുന്നേ നോക്കിയ ചോദ്യപേപ്പറാണ്. ഇത് ആൻസർ എളുപ്പമാണ്. എങ്ങനെയാണ്? 31 ദിവസമുള്ള ഒരു മാസം, 31 ദിവസമുള്ള ഒരു മാസം. ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഈസ് ട്യൂസ്ഡേ. ഫസ്റ്റ് ഡേ ട്യൂസ്ഡേ ആണ്. ഫസ്റ്റ് ഡേ ട്യൂസ്ഡേ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, 1-ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ 8-ാം തീയതി ആയിരിക്കും പിന്നെ ചൊവ്വ വരുന്നത്. അതായത് ഈ 7ന്റെ മൾട്ടിപ്പിളിനോട് കഴിഞ്ഞു തൊട്ടടുത്ത നമ്പറാണ് പിന്നെ ഇതേ ദിവസം ആവർത്തിക്കുന്നത് അല്ലേ?
1-ാം തീയതി ചൊവ്വയാണെങ്കിൽ 8-ാം തീയതി, 7-ാം തീയതി അല്ല ചൊവ്വ, 7-ാം തീയതി ആകുമ്പോൾ ആ വീക്ക് കംപ്ലീറ്റ് ആവും, 8-ാം തീയതി പിന്നെയും ചൊവ്വ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, 7ൻ്റെ മൾട്ടിപ്പിള് വരുന്ന ആ മാസത്തിൽ 7ൻ്റെ മൾട്ടിപ്പിൾ നോക്കുകയാണെങ്കിൽ 28 7ൻ്റെ മൾട്ടിപ്പിളാണ്. മൊത്തം ദിവസം എടുക്കുമ്പോൾ 28 7ൻ്റെ മൾട്ടിപ്പിളാണ്. പക്ഷേ 28 ആണോ ട്യൂസ്ഡേ വരുന്നത്? 29 29th ഡേ ആണ് എന്ത് വരുന്നത്? ട്യൂസ്ഡേ വരുന്നത്. മനസ്സിലായോ? 1-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 8-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അതായത് 7ൻ്റെ മൾട്ടിപ്പിളിന് തൊട്ടടുത്തതാണ് പിന്നെ ചൊവ്വ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 28 7ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 29 എന്തായാലും ചൊവ്വയായിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത്, 31ാമത്തെ ദിവസം, 31st കണ്ടുപിടിച്ചൂടെ? 29 കഴിഞ്ഞ് 2 ദിവസം കൂടെ, അതായത് 29 ട്യൂസ്ഡേ ആണ്. അപ്പോൾ 30 വെനസ്ഡേ, 31 തേഴ്സ്ഡേ അല്ലേ? ഇതൊക്കെ നമ്മുടെ സിമ്പിൾ ലോജിക്കാണ്. അതായത് വ്യാഴാഴ്ചയായിരിക്കും, 31ാമത്തെ ദിവസം വ്യാഴാഴ്ചയായിരിക്കും. എളുപ്പമല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? വിച്ച് എമംഗ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് മന്ത്സ് വിൽ ഹാവ് ദ സെയിം കലണ്ടർ? അപ്പോൾ ഇത് 29/2020 ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ചോദ്യപേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, മാസ് NJD. പക്ഷെ നമുക്ക് ഇവിടെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇത് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് ചെയ്യാം. ഏപ്രിലിൻ്റെ കൂടെ വരേണ്ടത് ജൂലൈ ആണ്, അപ്പോൾ ഇതല്ല. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ജൂലൈ, ഒക്ടോബർ ഇതൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ജനുവരി, ഒക്ടോബർ ആണ്. നിങ്ങൾ ഈ മാസ് NJDയുടെ കൂടെ ഇതും കൂടെ ഓർത്ത് വയ്ക്കുക. ജനുവരിയുടെ പേരെന്ന് പറഞ്ഞാൽ ഒക്ടോബറാണ്. ജനുവരിയുടെ പേർ ഇത് 1ഉം 10ഉം ഓർത്താൽ മതി. 1ാമത്തെ മാസമാണല്ലോ ജനുവരി, 10ാമത്തെ മാസമാണല്ലോ ഒക്ടോബർ. ജനുവരി 1ഉം 10ഉം അതും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ലിങ്ക് ചെയ്ത് വെക്കുക. ഇതൊരു സെയിം പെയർ ആയിട്ട് വരുന്ന ഒരു കോംബോ എന്ന് പറഞ്ഞാൽ ജനുവരി, ഒക്ടോബർ. അതിന് മുമ്പ് നമ്മൾ മാസ് NJDയിൽ കുറേ പറഞ്ഞു. ഏതൊക്കെയാണ്? മാർച്ച്, നവംബർ അല്ലേ? നവംബർ. പിന്നെ ഏപ്രിൽ, ജൂലൈ. ജൂലൈ ആണ് കേട്ടോ, ഏപ്രിൽ, ജൂലൈ. പിന്നെ നോക്കിയേ, സെപ്റ്റംബർ, ഡിസംബർ. അതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു പേരും കൂടെയാണിത്, ജനുവരി. ജനുവരി, ഒക്ടോബർ, അതായത് 1ാം മാസവും 10ാം മാസവും. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ഇഫ് 1st of April 2015 വാസ് വെനസ്ഡേ, ദെൻ 31st of July 2015. കണ്ടോ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഏപ്രിൽ ജൂലൈ ആ ഒരു കോംബോയാണ്. അപ്പോൾ ഒരേ വർഷത്തിൽ ഏപ്രിൽ 1-ാം തീയതി ഏത് ദിവസമാണോ അതേ ദിവസം തന്നെ ആയിരിക്കും ജൂലൈ 1 വരുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കത് നോക്കാം. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ, ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 16/2020 ഷിഫ്റ്റ് സൂപ്പർവൈസറുടെ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്. നമുക്കിത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1st April 2015 വെനസ്ഡേ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏപ്രിലും ജൂലൈയും പെയറിംഗ് മന്ത്സ് ആണ്. അതുകൊണ്ട് തന്നെ 1st ജൂലൈ 2015 എന്തായിരിക്കും? വെനസ്ഡേ തന്നെ ആയിരിക്കും. ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് കിട്ടണം. ഇത് നിങ്ങളോട് പറഞ്ഞത് 31st ജൂലൈ. അപ്പോൾ നമുക്കറിയാം 1st ജൂലൈ വെനസ്ഡേ ആണെങ്കിൽ 29th ജൂലൈ, നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, 29th ജൂലൈ 2015 എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? വെനസ്ഡേ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ 2 ദിവസം കൂടെ ഉള്ളൂ. 31st ജൂലൈ എന്ന് പറയുമ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ. അതായത് വെനസ്ഡേ കഴിഞ്ഞ് തേഴ്സ്ഡേ, ഫ്രൈഡേ. നമ്മുടെ വെനസ്ഡേയുടെ കൂടെ 2ഉം കൂടെ കൂട്ടുക, ഫ്രൈഡേ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. അതായത് ഇത് പെയറിംഗ് മന്ത്സ് ആണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ ചെയ്ത് വരണ്ട. ഓരോ മാസത്തെയും ഓഡ് ഡേ എടുത്ത് ഇത് ചെയ്യാം, പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ ഇവർ പെയറിംഗ് മന്ത്സ് ആണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ 1st April 2015 വെനസ്ഡേ ആണെങ്കിൽ 1st ജൂലൈ 2015 വെനസ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 29th ജൂലൈ എന്ന് പറയുന്നത് വെനസ്ഡേ ആയിരിക്കും. കാര്യം എന്താ? ഈ 7ൻ്റെ മൾട്ടിപ്പിൾ കഴിഞ്ഞ് തൊട്ടടുത്തത് ഈ ഡേ തന്നെ ആയിരിക്കും. 1-ാം തീയതി വെനസ്ഡേ ആയതുകൊണ്ട് പിന്നെ 28 7ൻ്റെ മൾട്ടിപ്പിളാണ്. 29 ജൂലൈ വെനസ്ഡേ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 31st പിന്നെ ഒരു 2 ദിവസം കൂടെ പോയാൽ പോരെ ഫ്രണ്ടിലോട്ട്. തേഴ്സ്ഡേ, ഫ്രൈഡേ. ഫ്രൈഡേ ആണ് 31st ജൂലൈ 2015 എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എന്തെന്നുള്ളതാണ്.
അപ്പോൾ ഇത് ചോദിച്ച് കാണാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് LP സ്കൂൾ ടീച്ചറിൻ്റെ ചോദ്യപേപ്പറിൽ നിന്ന് 51/2020 LP സ്കൂൾ ടീച്ചറിൻ്റെ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ലീപ്പ് ഇയർ ആണ്. അതിവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ലീപ്പ് ഇയറിൽ എത്ര ദിവസമുണ്ട്? 366 ദിവസങ്ങളുണ്ട്. അപ്പോൾ ഈ 366 നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5 പ്രാവശ്യം 35, 16, 2 പ്രാവശ്യം 14 പോയിട്ട് ഇവിടെ 2 വരും. അതായത് 52 ആഴ്ചകളും 2 ഡേയ്സും ചേരുന്നതാണ് അതിവർഷം എന്ന് പറയുന്നത്. 52 ആഴ്ചകൾ കംപ്ലീറ്റ് ആയിട്ട് വരും, പിന്നെ 2 ദിവസം കൂടെ കാണും. അപ്പോൾ ഈ 52 ആഴ്ചകളിൽ എന്തായാലും ഞായറാഴ്ച 52 ഞായറാഴ്ച എന്തായാലും കാണും. കാര്യം 52 ആഴ്ച കംപ്ലീറ്റ് ആണ്. അപ്പോൾ അതിലെന്തായാലും എല്ലാ ദിവസങ്ങളും ഈ മൺഡേ സൺഡേ ടു സാറ്റർഡേ വരെയുള്ള എല്ലാ ദിവസങ്ങളും 52 പ്രാവശ്യം എന്തായാലും വരും. കാര്യം ഓരോ ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളും വരുന്നത് 52 ആഴ്ച കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ 52 സൺഡേയ്സ് എന്തായാലും വരും. പോയിട്ട് പിന്നെ 2 ദിവസമുണ്ട്. ഈ 2 ദിവസം സൺഡേയോ മൺഡേയോ ട്യൂസ്ഡേ ഏത് വേണോ ആവാം. അപ്പോൾ 7 ദിവസത്തിൽ 2 ദിവസമാണ് അല്ലേ? 2/7. ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 7 ആണ് ടോട്ടൽ ഔട്ട്കംസ്. അതിൽ നിന്ന് നമുക്ക് ആവാൻ ചാൻസ് ഉള്ള ഔട്ട്കംസ് 2 ആണ് ഫേവറബിൾ ഔട്ട്കംസ്. നമ്മൾ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ പറയും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫേവറബിൾ ഇവിടെ 2 ആണ്. 2 എണ്ണമാണ് ആവാൻ ചാൻസ് ഉള്ളത്. മൊത്തം എത്ര പേരുണ്ട്? 7 പേരുണ്ട്. ഈ 7 ദിവസത്തിൽ ആര് വേണോ ഈ 2 ദിവസം വരാം. അപ്പോൾ സൺഡേക്കും 2 കോമ്പിനേഷൻ ഉണ്ട്. ഒന്നീ സാറ്റർഡേ സൺഡേ വരാം, അല്ലെങ്കിൽ സൺഡേ മൺഡേ വരാം. അപ്പോൾ 2 രീതി, 2 പ്രോബബിലിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ ഒരു അതിവർഷത്തിൽ 52 ഞായറാഴ്ച എന്തായാലും ഉണ്ട്. ഇനി 53ാമത്തത് ഞായറാഴ്ച ആവാനുള്ള പോസിബിലിറ്റിയാണ് ഈ 2/7 എന്ന് പറയുന്നത്. സോ ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2/7. ഓക്കെ, ഇനി നോർമൽ ഇയറിലാണെങ്കിലോ ഇയറിലാണെങ്കിൽ ഇവിടെ 365 വരും, ഇവിടെ 15 വരും, ശിഷ്ടം 1 വരും. അപ്പോൾ ഇവിടെ 1 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1/7 വരും. അപ്പോൾ നോർമൽ ഇയറിലാണെങ്കിൽ 53 ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൺഡേ തന്നെ ആവണമെന്നില്ല, ഇപ്പം മൺഡേയോ ഏതാണോ ആയിക്കോട്ടെ 53 വരാനുള്ള സാധ്യത 1/7 ആണ്. കാര്യം ഒരു ഓഡ് ഡേ ആണുള്ളത്. ആ ഓഡ് ഡേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പെർട്ടിക്കുലർ ഡേ ആവാനുള്ള പോസിബിലിറ്റി. എന്നാൽ അതിവർഷത്തിലാണെങ്കിൽ 2 ഓഡ് ഡേ വരുന്നുണ്ട്. അതുകൊണ്ട് 2/7 ആണ് അവിടുത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 2/7 ആണ്. ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. മിസ്സിസ് സ്മിത സെലിബ്രേറ്റഡ് ഹെർ വെഡിങ് ആനിവേഴ്സറി ഓൺ 15th September 2015. When will she celebrate her next wedding anniversary on same day? അതായത് ട്യൂസ്ഡേ. അപ്പോൾ ഇത് KS ഓഫീസർ ഇൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 65/2020. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മിസ്സിസ് സ്മിത സെലിബ്രേറ്റഡ് ഹെർ വെഡിങ് ആനിവേഴ്സറി ഓൺ 15th September. അപ്പോൾ സ്മിതയുടെ വെഡിങ് ആനിവേഴ്സറി എന്നാണ്? 15th September ആണ്. ഇത് 2015 ഇത് ട്യൂസ്ഡേ ആയിരുന്നു. ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് കണ്ടോ. വെൻ ഷീ വിൽ സെലിബ്രേറ്റ് ഹെർ നെക്സ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഓൺ സെയിം ഡേ എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ട്യൂസ്ഡേ. അതായത് അവർ 2015 സെപ്റ്റംബർ 15 എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആയിരുന്നു. ഇനി എന്നാണ് വീണ്ടും ഈ 15th September ഇല്ലേ, അത് വീണ്ടും ട്യൂസ്ഡേ എന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വീണ്ടും ട്യൂസ്ഡേ വരണമെങ്കിൽ 7 ഓഡ് ഡേ വന്ന് നിൽക്കണം അല്ലേ? ഒരാഴ്ചയിൽ 7 ദിവസമാണ്. അപ്പോൾ നമുക്ക് ഒരു വർഷം കഴിഞ്ഞ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 1 ഓഡ് ഡേ, പിന്നെ ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ഓഡ് ഡേ വരും ആണല്ലോ. അപ്പോൾ ഈ ഓഡ് ഡേയുടെ കൗണ്ട് നമ്മളിങ്ങനെ ഓരോ വർഷം കഴിഞ്ഞ് പോകുന്നതോറും ഈ ഓഡ് ഡേയുടെ കൗണ്ട് എന്നാണോ 7 എത്തുന്നത്, 7 എത്തിയാൽ അതൊരു വീക്ക് കംപ്ലീറ്റ് ആയി, ഓഡ് ഡേ ഇല്ല, കംപ്ലീറ്റ് ആയി. ആ സമയത്താണ് വീണ്ടും ഈ ട്യൂസ്ഡേ എത്തുന്നത്. 15 സെപ്റ്റംബർ 2015 വീണ്ടും ഈ 15 സെപ്റ്റംബർ 2015 അല്ല, 15 സെപ്റ്റംബർ വീണ്ടും ട്യൂസ്ഡേ എത്തുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം.
നമുക്ക് 15 സെപ്റ്റംബർ 2015 ട്യൂസ്ഡേ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നോക്കിയേ, 15 സെപ്റ്റംബർ 2016 ആയാലോ? അപ്പോൾ 2016 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്. സെപ്റ്റംബർ എന്ന് പറയുന്നത് ഫെബ്രുവരി കഴിഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് 2 ഓഡ് ഡേ വരും. ഓക്കെ, ഇനി 2017 നോക്കിക്കേ, 1 ഓഡ് ഡേ, നോർമൽ ഇയർ ആണ്. 2018 1 ഓഡ് ഡേ. അപ്പോൾ എത്രയായി? 4 ഓഡ് ഡേയ്സ് മൊത്തം. നമുക്ക് 7 വരേണ്ടത്. 2019 1 ഓഡ് ഡേ. 2020 ലീപ്പ് ഇയർ ആണ്. സെപ്റ്റംബർ ഫെബ്രുവരി കഴിഞ്ഞാണ് വരുന്നത്. കാര്യം 2020-ലും 2016-ലും ഒക്കെ ഫെബ്രുവരിയിൽ 1 ദിവസം എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ഓഡ് ഡേ വരും. ഓക്കെ, 2 ഓഡ് ഡേ കൂട്ടി നോക്കിയേ. 2 1 3 3 1 4 4 1 5 5 2 7. അപ്പോൾ ഇത്രയും ചേർന്നപ്പോൾ നമുക്ക് 7 ഓഡ് ഡേയ്സ്, അതായത് ഒരു വീക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ 2020 സെപ്റ്റംബർ 15 എന്ന് പറയുന്നത് ഏത് ദിവസം തന്നെയായിരിക്കും? ട്യൂസ്ഡേ തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് നോക്കി നോക്കോ. ഈ 2016 എന്ന് പറയുന്നത് അതിവർഷമാണ്. അപ്പോൾ 2 ഓഡ് ഡേ, അതായത് 2016 സെപ്റ്റംബർ 15 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആയിരിക്കും വരുന്നത്. അതായത് ട്യൂസ്ഡേ കഴിഞ്ഞ് 2 ദിവസം ഫ്രണ്ടിലോട്ട്, വെനസ്ഡേ തേഴ്സ്ഡേ. 2017 വരുമ്പോൾ ഫ്രൈഡേ ആവും ഈ സെപ്റ്റംബർ 15. 2018 ആകുമ്പോൾ സാറ്റർഡേ ആവും. 19 ആകുമ്പോൾ സൺഡേ ആവും. 2020 ആകുമ്പോൾ പിന്നെ 2 ഓഡ് ഡേ വരുവാണ്. അപ്പോൾ സൺഡേ എന്നുള്ളത് മൺഡേ ട്യൂസ്ഡേ, കറക്റ്റ് സെപ്റ്റംബർ 15 ട്യൂസ്ഡേ വരും. ഇതൊന്നും ആലോചിക്കേണ്ട, നിങ്ങൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി. കറക്റ്റ് അതേ ദിവസം തന്നെ ആവർത്തിച്ച് വരണമെങ്കിൽ ഈ ഒരു 1 വീക്ക് എന്നുള്ള ആ ഒരു ഇത് പൂർത്തിയാണ്. നമ്മുടെ ഓഡ് ഡേ കൂടി വന്ന് 7 എന്നാൽ മാത്രമേ അതേ ദിവസം ആവർത്തിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 16 ലീപ്പ് ഇയർ ആയതുകൊണ്ട് 2 ഓഡ് ഡേ. അപ്പോൾ നമുക്ക് ഈ ഓഡ് ഡേയുടെ എണ്ണം 7 അപ്പോൾ 7 ആ ഓഡ് ഡേ വീണ്ടും ആ റീസെറ്റായി 0 ആവും അല്ലേ, ഒരു വീക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ 16-ൽ 2 ഓഡ് ഡേ, 17-ൽ 1 ഓഡ് ഡേ, 18-ൽ 1 ഓഡ് ഡേ, 19-ൽ 1, 20-ൽ 1. അപ്പോൾ 2 ആയി. ഇതും എല്ലാം കൂടെ കൂട്ടുമ്പോൾ 7 എന്നുള്ളത് എത്തി. അപ്പോൾ 20-ൽ സെപ്റ്റംബർ 15 എന്തായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. ഈസി അല്ലേ? ഇപ്പം കലണ്ടറിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ലോജിക്കാണ്. ഓക്കെ, അപ്പോൾ 2020-ൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കലണ്ടറിൻ്റെ ഭാഗത്ത് നിന്ന് PSC ചോദിച്ചത്. ഓൺലൈൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഓഫ്ലൈനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് PYQ സീരീസ് കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ PYQ സീരീസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറിയാതെ തന്നെ ഈ കൂട്ടത്തിൽ കൂടെ നിങ്ങൾ ചെയ്തു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാനും ടോപ്പിക്ക് കുറച്ചുകൂടെ ഈസി ആവാനും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.